നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. യൂത്ത് കോൺഗ്രസും KSUവും സത്യനന്ദിക്കാട് സിനിമയിലെ ഐമനം സിദ്ധാർത്ഥന്മാരായി എന്ന് ഒരു നിരീക്ഷണം. KS ശബരിനാഥൻ UDF സ്ഥാനാർത്ഥി അരുവിക്കരയിൽ. UDF സ്ഥാനാർത്ഥിയായി കാർത്തികേയന്റെ മകൻ KS ശബരിനാഥനെ പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷൻ VM സുധീരനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തനിക്ക് രാഷ്ട്രീയ ബോധമുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ പ്രതികരിച്ചു. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MT സുലേഖയും വ്യക്തമാക്കി. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ CN ചന്ദ്രൻ, മറ്റതിഥികളും ചേരും. ഏറ്റവും ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സഹതാപത്തിൽ തന്നെ തട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നു നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇതുതന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത്ഭുതമില്ല എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. സഹതാപമല്ലാതെ മറ്റൊന്നിലും ഇപ്പോൾ രക്ഷ കാണുന്നില്ലേ? അരുവിക്കര നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കണം, UDFന് അവിടെ ജയിക്കണം. ജയിക്കാൻ ഏത് വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുക എന്നാലോചിച്ച് വളരെ യുക്തമായൊരു തീരുമാനത്തിലാണ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ KSU പ്രസിഡൻ്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് മുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തുക, അത് കഴിഞ്ഞ് പ്രതിരോധ മന്ത്രിയായ ശ്രീ AK ആൻ്റണി, കേരളത്തിലെ നിലവിലുള്ള മുഖ്യമന്ത്രി അദ്ദേഹവും പഴയ KSU പ്രസിഡൻ്റാണ് ശ്രീ ഉമ്മൻചാണ്ടി, കേരളത്തിലെ KPCC പ്രസിഡന്റ് അദ്ദേഹവും പഴയ KSU പ്രസിഡൻ്റാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹവും KSU പ്രസിഡൻ്റാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവരൊക്കെ വളരെ കൂട്ടായി സമഗ്രമായി ചർച്ച ചെയ്ത് ആലോചിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണ് ശബരിനാഥ്. അത് കേവലം ഒരു സഹതാപം നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ജയിച്ച് MLA ആകാനും കാർത്തികേയൻ പൂർത്തിയാക്കിയത് കഴിച്ച് അദ്ദേഹം തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ ബാക്കി നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാനുമായിട്ടാണ് ശബരിനാഥിനെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ജനങ്ങളും തിരഞ്ഞെടുക്കും. കാരണം ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഏത് വഴിയും നോക്കുന്നത് വഴി സംഭവിക്കുന്നത് അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റ് ഒരുപാട് പ്രവർത്തകരുണ്ട്. ശ്രീ G കാർത്തികേയനോടൊപ്പം തന്നെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളല്ലാത്ത കുറേ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ അതൃപ്തി നമ്മൾ പല രൂപത്തിൽ കാണുന്നുണ്ട്, അങ്ങ് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറം പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച സ്ഥിതിക്ക് ഇനി അതിനോടൊപ്പം എല്ലാവരും നിൽക്കുമെന്ന് പറയുമ്പോഴും ഇവരൊക്കെ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾ, അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു വിലയും കാണാതെ പോവുകയല്ലേ ചെയ്യുന്നത്? ലാലെ, ഇത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പേരിലാണ് ഇന്നസെൻറ്റിനെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്? ജോയ്സ് ജോർജിന് പിന്തുണ കൊടുത്തത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ ഇരുന്ന ഒരു ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്? കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാരെ എന്ത് മാർക്സിസ്റ്റ് പാരമ്പര്യം വെച്ചിട്ടാണ് പത്തനംതിട്ടയിലും പൊന്നാനിയിലും സ്ഥാനാർത്ഥിയാക്കിയത്? അപ്പോൾ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ആ തന്ത്രങ്ങളെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദ്യം ചെയ്യാറുണ്ട്. അതാരും മുഖവിലേക്ക് എടുക്കാറില്ല. ഇവിടെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥി ശബരിനാഥെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഉണ്ണിത്താൻ പറഞ്ഞ ആ കാര്യം മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഉദാഹരണങ്ങളിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി എടുത്ത സമീപനം, അത് പത്തനംതിട്ടയിലും പൊന്നാനിയിലും കോൺഗ്രസിൻ്റെ ആളുകളെ നിർത്തി, മുൻ കോൺഗ്രസ്സുകാരെ നിർത്തി, ഒപ്പം തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ കൊച്ചിയിൽ നിർത്തി, എറണാകുളത്ത് നിർത്തി എന്ന് പറയുമ്പോൾ ഇവർ ആരും തന്നെ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അത് അരുവിക്കരയിലും സംഭവിക്കില്ലേ? പക്ഷേ ജനങ്ങൾ 2 പേരെ അംഗീകരിച്ചല്ലോ. ശ്രീ PC ചാക്കോയെ പോലെ പ്രബുദ്ധനായ ഒരു നേതാവിനെ തോൽപ്പിച്ചല്ലേ ഇന്നസെൻ്റ് MP ആയത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചിട്ടല്ലേ ജോയ്സ് ജോർജ് അവിടെ MP ആയത്. അപ്പോൾ പരാജയവും വിജയവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ 25 വർഷക്കാലമായി UDFൻ്റെ കൈവശം ഇരിക്കുന്നൊരു മണ്ഡലം, അവിടെ 8 പഞ്ചായത്തുണ്ട്, അതിൽ 4 ഞങ്ങൾ ഭരിക്കുന്നു. അവിടെ 5 ജില്ലാ പഞ്ചായത്തുണ്ട്, 5ഉം ഞങ്ങളുടെ കൈവശമാണ്. അതാ ഞാൻ പറഞ്ഞത്, 25 വർഷക്കാലത്തെ രാഷ്ട്രീയ ബാന്ധവം കോൺഗ്രസുമായിട്ടുള്ള ഒരു മണ്ഡലം, UDFന് അനുകൂലമായി വോട്ട് ചെയ്ത ഒരു മണ്ഡലം, ആ പരിപൂർണമായ വിശ്വാസം ഉള്ളിടത്തോളം കാലം
ഞങ്ങളെ തോപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തിക്കും അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചേർന്നിരിക്കുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ സഹതാപം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയിലെ പല കക്ഷികളും ഒക്കെ എടുത്ത ചില പരീക്ഷണങ്ങൾ തന്നെ ഇപ്പോൾ മാതൃകയാക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഉണ്ണിത്താന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. ആ പരീക്ഷണത്തിലേക്ക് പോകുമ്പോൾ അരുവിക്കരയിൽ താങ്കൾ എന്താണ് വായിച്ചെടുക്കുന്നത്? ഈ അരുവിക്കരയിൽ കാർത്തികേയന് വളരെ കാര്യമായ വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, അരുവിക്കരയിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ല മത്സരിച്ചിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ നിർത്തിയ സ്ഥാനാർത്ഥി ആദ്യമായി ആ പ്രദേശത്ത് പോയ RSP സ്ഥാനാർത്ഥി ശ്രീധരൻ നായർ എന്ന് പറഞ്ഞയാളെ അവിടെ ആർക്കും അറിയില്ല. ഇടതുപക്ഷം മടുത്തു. അവിടെ RSPക്ക് കൊടുത്തിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ കാർത്തികേയനെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾ ജയിച്ചു. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ ശക്തിയല്ല അവിടെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. നിന്ന് RSPയുടെ സ്ഥാനാർത്ഥി പൊതുവെ പലപ്പോഴും അതായത് ഒരു അംഗീകരിക്കാൻ കഴിഞ്ഞ ആളുമല്ല. അതൊരു കാര്യമുണ്ടെന്ന് അവിടെ മനസ്സിലാക്കണം. ഈ കൊച്ചനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിടുന്നു എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഓരോ പാർട്ടിയും അവരാ തീരുമാനിക്കുന്നത്. അതിന് കുറ്റം പറയേണ്ട കാര്യവും ഞാൻ കാണുന്നില്ല. ആ പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം കോൺഗ്രസ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇന്ന സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കണം, സ്ഥാനാർത്ഥി ഇന്നാരായോണ്ട് ജയിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. എന്റെ സ്വന്തം അനുഭവം, പനമ്പള്ളി ഗോവിന്ദമേനോൻ ഒരുപാട് വികസനം, ചാലക്കുടി എന്ന് പറയുന്നത് പനമ്പള്ളിയുടെ പേരിൽ അറിഞ്ഞിരുന്നതാ. പക്ഷെ 1956 കഴിഞ്ഞ് 57 വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തോറ്റു ചാലക്കുടിയിൽ നിന്ന്. വേറെ ഒരുപാട് ഉദാഹരണമുണ്ട്. എന്റെ ഉദാഹരണം എടുത്താൽ മതി. കൊട്ടാരക്കര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാ ഞാൻ. എന്റെ കൂടെ നിന്ന മുന്നണിയിലെ ഒരു കക്ഷി, ഉണ്ണിത്താൻ അറിയാം, കക്ഷി എന്നെ കാലുവാരി, ഞാൻ തോറ്റു, ഞാനിന്ന് അവിടെ നിർത്തി ഇടപാട്. അങ്ങനെ പലരെയും കാലുവാരി. വികസനമൊന്നും വലിയ വിഷയമായിട്ട് ആരും കാണുന്നില്ല. നമ്മളിട്ട ബസ്സേ കയറിപ്പോയി നമുക്കെതിരായിട്ട്, നമ്മളുണ്ടാക്കിയ റോഡേ കയറിപ്പോയി നമുക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന വികാരമുള്ള രാജ്യപ്രദേശമാണ് കേരളം. തമിഴ്നാടും ഒക്കെ അത് തന്നെ. അതിലേക്കാണ് കാമരാജനെ തോപ്പിച്ച രാജ്യമല്ലേ. കാമരാജാടാർ എത്രയോ വലിയ ആളായിരുന്നു. തമിഴ്നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്ത ആളാണ്. അദ്ദേഹത്തെ ഒരു ചെറിയ പയ്യൻ വന്നു നിന്ന് തോപ്പിച്ചില്ലേ കാമരാജാടാരെ. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ പൊതുവായ പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, കോൺഗ്രസ് അല്ലാതെ ഘടകകക്ഷികളിൽ അംഗീകാരമുള്ളതോ സ്വാധീനമുള്ളതുമായ ഒരു കക്ഷിയും അരുവിക്കര വേറെ ഇല്ല. അതാരും കാണുന്നില്ല. മാണിക്ക് സ്വാധീനമുണ്ടോ? കുഞ്ഞാലിക്കുട്ടിക്ക് സ്വാധീനമുണ്ടോ? CP ജോണിന് സ്വാധീനമുണ്ടോ? അദ്ദേഹമാണല്ലോ തിരുവനന്തപുരത്തുള്ള. ആർക്കാ സ്വാധീനമുള്ള? രാജൻ ബാബുവിന് സ്വാധീനമുണ്ടോ? ഇല്ലല്ലോ. അവർക്കൊന്നും സ്വാധീനമില്ല. ജേക്കബിന് സ്വാധീനമുണ്ടോ? ഇല്ല. അവിടെ ആകെ ഉള്ളത് UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ വേർപ്പൊഴുക്കേണ്ടതും പണം ചെലവാക്കേണ്ടതും കഷ്ടപ്പെടുന്നതും അവരാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി അവർ നിർത്തുന്നു. സ്ഥാനാർത്ഥിയെ നോക്കിയൊന്നല്ലോട് വോട്ട് ചെയ്യാൻ പോകുന്നത് മറ്റു പല കാര്യങ്ങളാണ്. പക്ഷേ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പൊ കോൺഗ്രസ് ഈ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ശ്രീ G കാർത്തികേയന്റെ മകനാണ്. അദ്ദേഹം പണ്ട് തിരുത്തൽവാദം നടത്തിയത് ശ്രീ K മുരളീധരനെതിരെ, ലീഡർക്ക് എതിരെ ആണ് എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ പുതിയ സിദ്ധാന്തങ്ങൾ വരുന്നുണ്ട്. ആ തിരുത്തൽവാദം ഒന്നും അത്തരത്തിലുള്ള മക്കൾ രാഷ്ട്രീയത്തിനെതിരായിരുന്നില്ല. കാർത്തികേയൻ പോലും അങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇന്ന്. അത് ഞാൻ പഴയ ഫയലുകൾ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരും. ആരൊക്കെ എങ്ങനത്തൊക്കെ പ്രസംഗിച്ചു അന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാം. രാജ്മോഹൻ ഉണ്ണിത്താനാണ് തിരുത്തൽവാദത്തിനെതിരായിട്ട് ഈ ആളുകൾക്കെതിരായിട്ട് ഈ രാജ്യം മുഴുവൻ നടന്ന് പ്രസംഗിച്ചതെന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ശരിയുമാണ്. ഉണ്ണിത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയാളാ ഗതാഗതത്തിന് വേണ്ടി. പക്ഷെ എന്തിനാണെന്നൊക്കെ ഉള്ളത് പത്ര റിപ്പോർട്ടുകൾ ഇപ്പൊ കയ്യിലുണ്ട്. ഞാനിന്നൊരു 3-4 എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി വരുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. ഈ പ്രമാണിമാരായിട്ട് പറയുന്ന ആളുകളൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്, സത്യം പറഞ്ഞാൽ മറുപടി പറയേണ്ടത് മുരളീധരനും അതുപോലെ പത്മജിയുമാണ്. തീർച്ചയായിട്ടും ശ്രീ ബാലകൃഷ്ണപിള്ള, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചെത്താം. ശ്രീ ഉണ്ണിത്താൻ, അതിനൊരു മറുപടി ആവശ്യമുണ്ട്. അങ്ങ് പണ്ട് പ്രസംഗിച്ച് നടന്ന ഈ തിരുത്തൽവാദിക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ആ നയത്തിന് തന്നെ ഇപ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് വോട്ട് പിടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് അരുവിക്കരയിൽ കാര്യങ്ങൾ പോകുന്നത്. ലീഡറുടെ ആ നയങ്ങൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. GK അന്ന് എതിർത്തിരുന്ന കാര്യങ്ങളാണ് ഇന്ന് നടപ്പിലാകുന്നത്. അതിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഇന്ന് അങ്ങേക്ക് വോട്ട് പിടിക്കേണ്ടി വരുന്നത്.
അല്ല, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ശ്രീ ആർ ബാലകൃഷ്ണനുള്ള വളരെ സീനിയർ നേതാവാണ്. അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ പെശകുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഐക്യമുന്നണിയും, മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഇടതുമുന്നണിയുമാണ്. ഈ മുന്നണിക്കകത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അംഗബലത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ ഒക്കെ എല്ലാവർക്കും നല്ല ബോധമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു പിശകുണ്ട്. കാരണം വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സീറ്റ് KC വാമദേവന് കൊടുത്തിട്ടുണ്ട്, പങ്കജാക്ഷിന് കൊടുത്തിട്ടുണ്ട്, ആ പ്രശസ്തനായ ശ്രീ ചന്ദ്രചൂഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി RSPയുടെ നേതാക്കന്മാർക്ക് സ്ഥിരമായി മണ്ഡലം കൊടുക്കുന്നത്, ചവറ കൊടുക്കുന്നത്, കൊല്ലം കൊടുക്കുന്നത്, ഇരയൂരം കൊടുക്കുന്ന ഈ 2 മുന്നണിയും മാറിയും തിരിഞ്ഞും RSPക്ക് കൊടുക്കുന്ന മണ്ഡലങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രബലമായ കേരള പിന്നെ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് കഴിഞ്ഞാൽ 3ാമത്തെ പ്രബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSP. ആ RSP ആണ് സ്ഥിരമായി അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. പ്രഗത്ഭരായ KC വാമദേവനും പങ്കജാക്ഷനും ചന്ദ്രചൂഡനും ഒക്കെ മത്സരിച്ച മണ്ഡലമാണ്. അവർക്കവിടെ യാതൊരു വേരോട്ടവുമില്ല. മുഴുവൻ വേരും മാർക്സിസ്റ്റ് പാർട്ടിക്കാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് RSPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ആ മണ്ഡലം. ഇല്ലെങ്കിൽ ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി ആ സീറ്റ് കൊടുക്കില്ല. ആ RSP ഇന്ന് ഞങ്ങളോടൊപ്പമാണ്. അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല ഈ മുന്നണിയിൽ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ കാർത്തികേയൻ മാത്രമല്ല തിരുത്തൽവാദം ഉണ്ടാക്കിയത്. MI ഷാനവാസ് ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പുനലൂർ മധുവുണ്ട്, അൽഫോൺസ് അജോണുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അന്ന് അവരുണ്ടാക്കിയത് മക്കൾ രാഷ്ട്രീയത്തിനെതിരായിട്ടല്ല. മക്കൾ രാഷ്ട്രീയം മുരളീധരന് ഒരു അപ്രമാദിത്വം കൊടുക്കുന്നു എന്നൊക്കെ ഉള്ള ആക്ഷേപം അവർക്കുണ്ടെങ്കിലും കരുണാകരന്റെ പ്രവർത്തന ശൈലിക്കെതിരെ അക്കമിട്ടിട്ടാണ് അന്ന് തിരുത്തൽവാദം ഉണ്ടാക്കിയത്. അതിനൊക്കെ മറുപടി പറഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യനായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, സീനിയർ നേതാവ്, ഈ മുന്നണിയുടെ സ്ഥാപകരിൽ ഒരാളെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം 1 വർഷത്തിന് മുമ്പ് ഈ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് പ്രസംഗിച്ച കാസറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഗവൺമെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മാത്രം എന്തായാലും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഫയലുകൾ പരതുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ഉണ്ണിത്താനും കാസറ്റ് കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അതിന് മറുപടി പറയും. ഒപ്പം തന്നെ ശ്രീ CN ചന്ദ്രൻ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു നിരീക്ഷണം ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടി ഈ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ശ്രീ CN ചന്ദ്രൻ, ഇപ്പോൾ KS ശബരിനാഥ് അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി പല നിരീക്ഷണങ്ങളും വരുന്നത് സുലേഖ ടീച്ചർ ആയിരുന്നു എങ്കിൽ ഒരു ഫൈറ്റ് വളരെയധികം ഉണ്ടാകുമായിരുന്നു എന്നാണ്. അവിടെ ഇന്ന് രാവിലെ തന്നെ കോൺഗ്രസിൽ തന്നെ പലർക്കും, ആ ലോക്കൽ നേതാക്കൾക്ക് പോലും KS ശബരിനാഥനെ ആദ്യം അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇടതുമുന്നണിക്ക് ആ അർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയാണോ RSPക്ക് ഉണ്ടായിരുന്ന ഒരു ശക്തി അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുമുന്നണി പേടിക്കേണ്ടതില്ല എന്നുള്ളതാണോ, അതോ ഇടതുമുന്നണി വലിയ ആർജിച്ച വീര്യത്തോടു കൂടി തന്നെയാണോ അരുവിക്കരയിൽ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പരസ്യമായ എതിർപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അരുവിക്കരയെ സംബന്ധിച്ച് ആദ്യം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ തന്നെ KPCCയുടെ വക്താവായിരിക്കുന്ന അജയ് തറയിലാണ് ആദ്യം പറഞ്ഞത് അവിടെ വലിയ പരീക്ഷണത്തിൻ്റെ കാര്യമില്ല നമുക്ക്. പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും ഇപ്പോഴിതാ ജോയി KSU പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതിൽ വലിയ എതിർപ്പ് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെടുമെന്നല്ല പറയുന്നത്. സാഹചര്യങ്ങൾ ഒരു പരാജയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുകയാണ്. ഇന്നലെ വരെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറഞ്ഞത് ഡോക്ടർ സുലേഖയാണ് സ്ഥാനാർത്ഥി. ജി കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ ടീച്ചർ സ്ഥാനാർത്ഥിയാവും എന്നാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ടീച്ചർക്ക് തന്നെ ആശങ്കയുള്ളത് കൊണ്ടായിരിക്കാം ടീച്ചർ പിന്നെ ഓഫർ നിരസിച്ചു. ഇപ്പം മകനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ഉണ്ണിത്താൻ്റെ വാദഗതി, ഉണ്ണിത്താൻ ഇദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, തിരുത്തൽ വാദത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായി ഒരുപക്ഷെ ഒരു നല്ല വിഭാഗത്തിന് സ്വാധീനമുണ്ടാകുന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിയ ആളാണ് കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്. ഒരുപാട് പ്രത്യേകതകൾ ജിക്ക് ഉണ്ടായിരുന്നു, കാർത്തികേയൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തമായ നിലപാടുകൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലുണ്ടായിരുന്നു.
അദ്ദേഹം കരുണാകരനെതിരായി പ്രത്യേകിച്ച് മുരളി എന്ന് പറഞ്ഞാലും പുതിയ മറ്റാശയങ്ങളായിരുന്നു, മറ്റ് നിലപാടുകളായിരുന്നു എന്ന് അദ്ദേഹം പറയുമെങ്കിലും മുരളിയുടെ ഭരണത്തിലുള്ള ഇടപെടൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഇടപെടൽ, അതൊക്കെയാണ് പ്രധാനമായി അന്ന് ഉയർത്തപ്പെട്ടത്. അതൊക്കെ ചരിത്രരേഖകളാണ്, പരിശോധിച്ചാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച് മുന്നോട്ട് വന്ന, അതോടൊപ്പം കോൺഗ്രസിൻ്റെ നല്ലൊരു ശതമാനം ആളുകൾ അണിനിരത്തി തിരുത്തൽ മതപ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ജി കാർത്തികേയൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ UDF സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അഭംഗിയുണ്ട് എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും തിരുത്തലായിരുന്നു. തീർച്ചയായും ഒരു രാഷ്ട്രീയ മത്സരമാണെങ്കിൽ കാർത്തികേയൻ ഈ പറയുന്ന ഉണ്ണിത്താനെ പോലെ ആരെങ്കിലും അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു നല്ല മത്സരം നടത്താമായിരുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായി അവിടെ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ. ശ്രീ രാജീവ് ഉണ്ണിത്താൻ, അതാണ് വളരെ പ്രസക്തമായ കാര്യം. കോൺഗ്രസ് അല്ലെങ്കിൽ UDF രാഷ്ട്രീയ മത്സരത്തിനേക്കാൾ ഉപരിയായി, അതായത് രാഷ്ട്രീയ മത്സരം ഭയക്കുന്നു എന്നാണ് ശ്രീ CN ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുലേഖ ടീച്ചർ ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഈ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ അതിനെ കാണുമോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കി കാണേണ്ടി വരും. പക്ഷേ ഇപ്പോൾ VP ജോയിയുടെ കാര്യം പറഞ്ഞു, KSU പ്രസിഡന്റിന്റെ കാര്യം, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പല വ്യക്തികളും ആ മണ്ഡലം നോക്കിയിരുന്ന പല ആളുകളും അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറഞ്ഞവരൊക്കെ ഉണ്ട്. പല്ലി വാല് മുറിച്ച് കളയുന്നത് പോലെ ഭൂതകാലത്തെ മുറിച്ച് കളയരുത് എന്നാണ് KSUവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് VM സുധീരനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം. ലാലെ, രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ടൈമിങ്ങിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDFും ഒരു അഗ്നി പരീക്ഷണത്തെ നേരിടാൻ പോവുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ. കാരണം ഞങ്ങളെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ കഴിഞ്ഞ കുറേ കാലമായി ബോധപൂർവമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ട രംഗത്ത് കോൺഗ്രസും UDFും നിൽക്കുമ്പോൾ KSU പ്രസിനെ പോലുള്ളവർ അങ്ങനെ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ആളുകളെ വേദനിപ്പിക്കുന്നൊരു കമൻ്റാണ് പറഞ്ഞത്. കാരണം ശത്രുവുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുമ്പോൾ ടൈമിംഗ് വളരെ പ്രസക്തമാണ്. KSUവിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, യൂത്ത് കോൺഗ്രസിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട വേദിയിൽ വേണം പറയാൻ പാടില്ല. പറഞ്ഞോട്ടെ, ഇവിടെ ഇപ്പോൾ ശ്രീ കാർത്തികേയൻ ആരംഭിച്ച പോരാട്ടത്തിനൊന്നും യാതൊരു കാർത്തികേയൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിട്ടില്ല, മകനെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനാർത്ഥിയായ വിവരം കാർത്തികേയൻ അറിയുന്ന പോലുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞോട്ടെ, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞു. കാർത്തികേയൻ്റെ ഭാര്യ കോൺഗ്രസ് പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിട്ട് പോലും സ്നേഹപൂർവ്വം കോൺഗ്രസിന്റെ ആവശ്യം നിരസിച്ചു. പക്ഷേ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ CN ചന്ദ്രനും ഒക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കാലഘട്ടത്തിൽ ജി കാർത്തികേയൻ പറഞ്ഞിരുന്ന ആദർശത്തിനെതിരായി ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കാർത്തികേയന്റെ മകനെ ഇന്ന് കാണുമ്പോൾ, ആ മുഖം കാണുമ്പോൾ ആളുകൾ അതായിരിക്കും ഓർക്കുക, ആ സ്മരണയായിരിക്കും അവർക്ക് ഉണ്ടാകുക. അത് കാർത്തികേയനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ഭാര്യയോ തന്റെ മകനെയോ തന്റെ പിൻഗാമിയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ശ്രീ കാർത്തികേയൻ പോലും അങ്ങനെ പറഞ്ഞു എന്നാണ്, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്ന വാദം. അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം. പിന്നെ എന്റെ ബഹുമാന്യനായ ചന്ദ്രൻ പറയുന്നത് കേട്ടാത്തൊന്നും ചന്ദ്രന്റെ പാർട്ടി തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനെ കുറിച്ച് വളരെ രൂക്ഷമായ അഭിപ്രായത്തിൽ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആ ബെനറ്റ് എബ്രഹാമിനെ പോലെ ഒരാളെ അല്ല ഇവിടെ കൊണ്ടുവന്നത്. കാർത്തികേയന്റെ കുടുംബത്തിൽ, ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാർത്തികേയന്റെ രാഷ്ട്രീയ പൈതൃകം അവകാശപ്പെടുന്ന പാരമ്പര്യമുള്ള വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ ഈ യുഗത്തിലെ വോട്ടർമാരെ എന്തുകൊണ്ട് KSU പ്രശ്നത്തിന് അതിർത്തി വരുന്നു? എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് വേറൊരു അഭിപ്രായം വരുന്നു? സുലേഖ ടീച്ചർ ആണെങ്കിൽ അവർ പറയുന്നില്ല. പക്ഷേ ശബരിനാഥൻ വരുമ്പോൾ അത് വേണ്ട, ഞങ്ങളിവിടെ കുറേ പ്രവർത്തിച്ചവർ ഉണ്ട് എന്ന് അവിടെ തന്നെയുള്ള ചില പേരുകൾ ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. അത് നാളത്തേക്കൊക്കെ വലിയ വാർത്തകളായി വന്നേക്കാം ശ്രീ ഉണ്ണിത്താൻ. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടാനായി ഈ യുവ നേതാക്കൾ ശ്രമിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അവരുടെ അതിർത്തി എന്ത് കാര്യത്തിലാണ്? കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ പ്രസവിച്ച അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായം ഉയർന്നു വരുന്ന നാടാണ്. അപ്പോൾ ഏത് കാര്യത്തിനും അവിടെ രണ്ട് അഭിപ്രായം ഇല്ലാത്തത്? ഇവിടെ ഒരൊറ്റപ്പെട്ട ശബ്ദമായി ശ്രീ ജോയിയുടെ ശബ്ദം മാറ്റി നിർത്തിയാൽ ആരാ ഇതിനെ എതിർത്തത്? ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ജലീൽ മുഹമ്മദ് ആ നിയോജകമണ്ഡലവുമായി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചോദിക്ക്, അവിടുത്തെ മുഴുവൻ പ്രവർത്തകരും
നിരന്തരമായി കാർത്തികേയൻ്റെ ഭാര്യയും കാർത്തികേയൻ്റെ കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു സ്ഥാനാർത്ഥി വേണം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അവർ നിരന്തരമായി വന്ന് കണ്ട് ഈ കുടുംബത്തോട് അന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ തീർച്ചയായിട്ടും ശ്രീ ജലീൽ മുഹമ്മദ് അവിടെ ഇരിക്കുമ്പോൾ ശ്രീ ഉണ്ണിത്താനും കൂടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ട് കോൺഗ്രസ്സുകാർ ഒരുമിച്ച് ഇരിക്കില്ല എന്നുള്ള ശ്രീ ഉണ്ണിത്താൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അങ്ങേക്കും സമയത്തിന് ഇപ്പോൾ തിടുക്കവുമുണ്ട്. എന്തായാലും മറ്റൊരു അവസരത്തിൽ അദ്ദേഹം കൂടി ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ജി കാർത്തികേയനെ കുറിച്ച് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ജലീൽ മുഹമ്മദ് അംഗീകരിക്കും എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ ഉണ്ണിത്താൻ പറയുന്നത് അനുസരിച്ചാണ് കാര്യങ്ങൾ എങ്കിൽ ഇതെല്ലാം ഒറ്റപ്പെട്ട ശബ്ദമാണോ കോൺഗ്രസിൽ കേൾക്കുന്നത്? അല്ല, ഒന്നുകൊണ്ട് താൻ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു ഒറ്റ പ്രസംഗത്തിൽ ഈ ഗവൺമെന്റിന്റെ അഴിമതിയോ നേതാക്കന്മാരുടെ അഴിമതിയെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ, അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ, UDFന്റെ 2 പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളുടെ ഏതാണ്ട് ചുമതല വഹിച്ച ആരും അവിടെ ജയിപ്പിച്ച ആളും എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗം ഉണ്ണിത്താൻ കൂട്ടുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ UDFൽ നിന്നുകൊണ്ട് LDFൽ നിന്നുകൊണ്ട് RFP നേതാക്കന്മാർ കഴിഞ്ഞ തവണ അവിടെ നടത്തിയ ആരിനാട് അല്ല ഇപ്പോഴത്തെ അരുവിക്കര നടത്തിയ പ്രസംഗത്തിന്റെ കാസറ്റ് ഉണ്ണിത്താനെന്ന് കൊണ്ടുവരണം. അതുകൂടെ കൊണ്ടുവരണം, അത് ആവശ്യമാണ്. ഇപ്പോ ഉണ്ണിത്താൻ ഈ കാസറ്റ് കൊണ്ടുവരുന്നതിൽ കാര്യമില്ല. കാരണം ഉണ്ണിത്താനും കൂടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഉണ്ണിത്താനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3.5 കൊല്ലം മുമ്പ് മുതൽ UDFലെ 32 കൊല്ലം നിന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒരിടത്തും അഴിമതി അംഗീകരിച്ചിട്ടില്ല. അഴിമതിക്കാരെ തുറന്നു കാണിക്കാൻ വേണ്ടി കത്തെഴുതുകയും അഴിമതി എഴുതി കൊടുക്കുകയും 3.5 കൊല്ലമായി UDFന്റെ യോഗങ്ങളിൽ അവതരിപ്പിക്കുകയും ഉണ്ണിത്താന് അവിടെ യോഗങ്ങളിൽ വന്ന രമേശിന്റെ അടുത്തോ സുധീർ നന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അടുത്തോ ചോദിക്കണം. അതിന്റെ കോപ്പി ഉണ്ണിത്താൻ ഞാൻ തരാം. ഞാൻ ഒരു അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ, ഞാൻ അതിൽ നിന്ന് പിരിഞ്ഞത് അഴിമതിയുടെ പ്രശ്നങ്ങളും ഈ ഘടകകക്ഷികൾ, കോൺഗ്രസിന്റെ അഴിമതിയല്ല, ഘടകകക്ഷികളുടെ വൃത്തികെട്ട മോശപ്പെട്ട ഉദ്യോഗത്തിന്റെ സ്ഥലം മാറ്റം ലേലം ചെയ്യുന്ന ഘടകകക്ഷികളുടെ അവരെ നിലനിർത്താൻ വേണ്ടി ഉമ്മൻചാണ്ടി കാണിക്കുന്ന വിട്ടുവീഴ്ചയ്ക്ക് എതിരായി സഹിക്കാൻ വയ്യാൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളാണ് ഉണ്ണിത്താരെ. എന്റെ പ്രസംഗം നിങ്ങൾക്ക് അഴിമതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗവും 32 കൊല്ലം ഉണ്ണിത്താൻ പ്രസംഗിച്ച പോലെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമാണ് അവിടെയൊക്കെ പ്രസംഗിച്ചത്, അല്ലാതെ ഈ ആളുകളുടെ ഒന്നും അഴിമതി ഞാൻ അംഗീകരിച്ച് പ്രസംഗിച്ചിട്ടില്ല. അതുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അതല്ലല്ലോ. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ഇന്ന് പറഞ്ഞ് ഈ പരിവർത്തനവാദിയോ ഏതാണ്ടുണ്ടല്ലോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് പറഞ്ഞപ്പോഴും ഉണ്ണിത്താൻ പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതാണോ അല്ലയോ എന്നുള്ളതൊക്കെ പത്രങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെ പറ്റി അഭിപ്രായം പറയാൻ ഒരു പാർട്ടിയുടെ മറ്റുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായമില്ല, അവകാശമില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആദ്യം പോലെ നിലപാടുകാരനാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അവർ തീരുമാനിക്കും. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ വ്യക്തമാണ്. അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇന്നിപ്പോ രാത്രിയിലും ഫേസ്ബുക്കിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ അവിടെ സംസാരിച്ചതുപോലെ നിങ്ങൾ സംസാരിച്ച പോലെ ഫേസ്ബുക്കിൽ കൂടുതൽ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഫീൽഡിലേക്ക് നീങ്ങി കഴിയുമ്പോൾ 2 മുന്നിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്നിപ്പോ ഞാൻ അരുവിക്കരയിൽ പല പഞ്ചായത്തുകളിലും പോവുകയും പല ആളുകളെയും കാണുകയും ചെയ്യേണ്ട ഒരു ബാധ്യതയുള്ളതുകൊണ്ട് ഞാനത് പോയപ്പോ അവിടെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഈ വിജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം നന്നായിട്ട് അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് പല കാരണം കൊണ്ട് ഒരു അഴിമതിക്കാരനല്ല, വൃത്തികെട്ടവനല്ല, മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ആളാണ്, നാടിന് വേണ്ടി വല്ലതും ചെയ്യുന്ന ആളാണ്, മന്ത്രി എന്നുള്ളതിനും സ്പീക്കർ എന്നുള്ളതിനും നല്ല പേരുണ്ടായിരുന്ന ആളാണ്. വിജയകുമാറിന് അനുകൂലമായ ഒരു നിലപാടാണ് അവിടെ കാണുന്നത്. ഈ കൊച്ചിന് അനുകൂലമാണോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ ഒക്കുകയില്ല. അതിനി കുറച്ചുകൂടെ കഴിഞ്ഞേ പറയാനൊക്കത്തുള്ളൂ, നമുക്ക് പറയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ മാതിരി കാര്യങ്ങളിലേക്ക് പോകണം. ആ മാതിരി കാര്യങ്ങളിലേക്ക് പോയിട്ട് വേണം നമ്മളൊരു വിലയിരുത്ത് നടത്താൻ. ശ്രീ ബാലകൃഷ്ണപിള്ള, ഞാൻ അങ്ങിലേക്ക് തിരിച്ചെത്താൻ അല്പസമയം കൂടി നമ്മളോടൊപ്പം ചേരണം. ശ്രീ CN ചന്ദ്രൻ, ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ആണോ കാര്യങ്ങൾ കാണുന്നത്? ഏത് രീതിയിലാണ് ഇടതുപക്ഷം അവിടെ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്? എന്തായാലും ശ്രീ M വിജയകുമാർ ഒരുപടി മുന്നിൽ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പം തന്നെ ലീഡ് നേടിക്കഴിഞ്ഞു എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ നില അത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ അളന്നു തൂക്കിയുള്ള ഒരു പ്രതികരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് തന്നെ ആയിരിക്കുമോ അവസാനം വരെയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാൻ പോകുന്നത്?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൻ്റെ തീർച്ചയായും അരുവിക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ജി കാർത്തികേയൻ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ള നിയമസഭാ സാമാജികനും സ്പീക്കറൊക്കെ ആയിരുന്നപ്പോഴും അരുവിക്കര മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളോട് നീതി കാണിച്ചില്ല എന്ന വിമർശനം അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുക, നിയമസഭാ സ്പീക്കറുടെ ഓഫീസിലേക്ക് അവിടെയുള്ള ജനങ്ങൾ വികസനത്തിന് വേണ്ടി മാർച്ച് ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അദ്ദേഹം സ്പീക്കറായ കാലം എന്നുള്ളത് നമ്മൾ മറക്കരുത്. അവിടെ വികസനം വന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് 87-91 കാലത്താണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി അവിടെ ഉണ്ടായിരുന്ന K. പങ്കയാക്ഷൻ അദ്ദേഹം നടത്തിയ LDF നടത്തിയ വികസനമാണ് ഇപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഞാൻ അതൊന്നും എണ്ണി പറയുകയല്ല. ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4013 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അരുവിക്കരയിൽ ജയിച്ചു. അതിനു മുമ്പ് ജി കാർത്തികേയൻ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. നമ്മൾ ഓർക്കണം, 3 വർഷം മുമ്പ് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട UDFൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ MLA നിൽക്കുന്ന ആ മണ്ഡലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4013 വോട്ടിന് ജയിക്കുന്നത്. അപ്പോൾ 15,000-16,000 വോട്ടാണ് നമ്മൾ മറികടക്കുന്നത്. 1 വർഷം മുമ്പുള്ള അവസ്ഥയാണ്. ആ സാഹചര്യം ഇപ്പോഴും അവിടെ ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ UDFൻ്റെ ചീഫ് വിപ്പായിരുന്ന ശ്രീ PC ജോർജ്, അദ്ദേഹം ഇപ്പോഴും UDFൻ്റെ MLA ആണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോവുകയാണ്. അപ്പോൾ UDFൻ്റെ വോട്ടാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. കാർത്തികേയനോട് ആത്മാർത്ഥമായി കൂറുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ നല്ലൊരു ഭാഗം കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. KPCC പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികേയനെ മോഹിപ്പിച്ച കോൺഗ്രസ് നേതൃത്വമാണ് AICC ആവട്ടെ, അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിലെ നേതാക്കളാവട്ടെ. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോവുകയല്ല. ഇവിടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അരുവിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അത്യുജ്വലമായ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലത്തെ UDFൻ്റെ ഭരണം തീർച്ചയായും ഇവിടെ വിലയിരുത്തപ്പെടും. അഴിമതിയുടെ കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വെറുതെ UDFനെതിരെ വമ്പിച്ച വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്, UDFനെ കടന്നാക്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും UDFനകത്തുള്ള ആളുകൾ പോലും ഈ ഗവൺമെൻറ്റിൽ അഴിമതിക്കാരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. എന്തിന് ആഭ്യന്തരമന്ത്രിക്ക് പോലും ഞാൻ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തനല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വളരുന്നു. ശ്രീ ജലീൽ മുഹമ്മദ് കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ ജലീൽ മുഹമ്മദ് DCC വൈസ് പ്രസിഡന്റാണ്. ശ്രീ ജി കാർത്തികേയന്റെ സന്തത സഹചാരി കൂടിയായിരുന്നു ശ്രീ ജലീൽ മുഹമ്മദ്. ശ്രീ ജലീൽ മുഹമ്മദ്, ഇപ്പോൾ ശ്രീ CN ചന്ദ്രൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷം ഇത് വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ശക്തി, അതിൻ്റെ വെയിറ്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്തുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ ഞാൻ സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. അത്രമാത്രം വലിയ ഒരു പോരാട്ടം നടക്കുന്നിടത്തേക്കാണ് KS ശബരീനാഥിനെ കൊണ്ട് നിർത്തുന്നത് എന്നുള്ളത്. സുലേഖ ടീച്ചറിനെ നിർത്തുമെന്ന് കരുതിയെടുത്ത് KS ശബരീനാഥൻ വരുന്നത് എന്നുള്ളതാണ് ശ്രീ ജോയിയെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിയിച്ചത്. മറ്റ് പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലർ ഇടാമെന്ന് കരുതിയാൽ പോലും ശ്രീ VM സുധീരൻ്റെ വാൾ അവിടെ കണ്ടുകൊണ്ട് അദ്ദേഹം പിന്മാറി നിൽക്കുന്നത്. ഈ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ഈ സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ എവിടെ കോട്ട് ചെയ്തത്. അതിലെ ഐമനം സിദ്ധാർത്ഥന്മാരായി ഈ നേതാക്കന്മാരൊക്കെ, യുവ നേതാക്കന്മാരൊക്കെ മാറിപ്പോകുന്നു, അവർക്ക് കിട്ടുന്നില്ല സ്ഥാനാർത്ഥിത്വം എന്നുള്ള ഒരു പ്രശ്നം. അത് തുറന്നു പറയാൻ പോലും കോൺഗ്രസിൽ പണ്ടില്ലാതിരുന്നത് പോലെ ഒരു വേദി ഇല്ലായ്മ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അതിനെ ഈ വാൾ കാണിച്ച് പേടിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? അരുവിക്കരയിൽ നടക്കുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ബഹുമാന്യനായ ശ്രീ CN ചന്ദ്രൻ ഇവിടെ നേരത്തെ പറഞ്ഞത് അരുവിക്കരയിൽ വികസന പ്രവർത്തനങ്ങൾ യാതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണം തികച്ചും ബാലിശമാണ്. 1991 മുതൽ തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിൽ 24 വർഷം ആ നിയോജക മണ്ഡലത്തെ ജി കാർത്തികേയന് പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം അരുവിക്കരയിലെ പഴയ ആര്യനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയാകും. വികസന രാഷ്ട്രീയമാണ് അരുവിക്കരയിൽ ചർച്ചയാകാൻ പോകുന്നത്. കഴിഞ്ഞ 24 വർഷക്കാലം ആ നാടിനോടൊപ്പം നിന്ന് ഒരു മലയോര ഗ്രാമത്തെ ആധുനികതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ജി കാർത്തികേയൻ നടത്തിയ ശ്രമങ്ങൾ
അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ ജലീൽ മുഹമ്മദ് ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒന്നുകിൽ സുലേഖ ടീച്ചർ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന പ്രവർത്തന പാരമ്പര്യമുള്ള ശ്രീ എം വിജയകുമാറിനോടൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ. അതിന് ഈ പറഞ്ഞ യുവ നേതാക്കൾ പറയുന്നതിനകത്ത് കാര്യമില്ല എന്നങ്ങനെ പറയാൻ പറ്റും. പണ്ട് തിരുത്തിയ യുവ നേതാക്കളായിരുന്നു ഈ വി എം സുധീരനും എ കെ ആന്റണിയും ഒക്കെ. പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് തിരുത്തിയവരാണ്, തിരുത്താൻ ശ്രമിച്ചവരാണ്, നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ചവരാണ്. അവർ ഇന്ന് ഈ തിരുത്തലുകളുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന, അവിടുത്തെ ജനങ്ങളുമായി ആഴത്തിൽ വ്യക്തിബന്ധമുണ്ടായിരുന്ന, ഇഴയെടുപ്പമുണ്ടായിരുന്ന അന്തരിച്ച ജി കാർത്തികേയൻ്റെ ഒഴിവിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മകനോ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ് പാർട്ടിയല്ല ആഗ്രഹിച്ചത്. അവിടുത്തെ ജനങ്ങൾ, അരുവിക്കരയിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെയാണ് ആഗ്രഹിച്ചത്. കാരണം അത് വരേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഏറ്റെടുത്തിരിക്കുന്നത്. സുലേഖ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ആദ്യത്തെ നിലപാട്. പക്ഷേ ജി കാർത്തികേയൻ്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെ മോചിതയാകാത്ത ടീച്ചറെക്കാൾ ജി കാർത്തികേയൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവും പ്രാപ്തിയുമുള്ള സ്ഥാനാർത്ഥിയാണ് ശബരിനാഥ് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് നേതൃത്വത്തെയും ഐക്യജനാധിപത്യ മുന്നണിയെയും. വേർപാടുണ്ടാക്കിയ ആഘാതത്തിന്റെ കാര്യത്തിൽ മകനും ഒരുപോലെ തന്നെ ആഘാതം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ആ വാദം ഞാനിപ്പോൾ അതല്ല പറഞ്ഞു വന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രീ ജി കാർത്തികേയൻ, അങ്ങയുടെ നേതാവ്, ഞാൻ ശ്രീ ജലീൽ മുഹമ്മദിനെ പോലുള്ളവർ നേതാവായി കൊണ്ടു നടന്നിരുന്ന നേതാവാണ് ജി കാർത്തികേയൻ. അദ്ദേഹത്തിന്റെ ആദർശത്തിനെതിരാണല്ലോ ഈ പറഞ്ഞ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ രീതിയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. പ്രവർത്തിച്ചു വരട്ടെ. ശ്രീ മുരളീധരനെ അങ്ങനെ കൊണ്ടുവന്നതിനെ എതിർത്തിരുന്ന നേതാക്കളാണല്ലോ ഇവരൊക്കെ. ഒരിക്കലുമല്ല. ജി കാർത്തികേയന്റെ ആദർശത്തിൽ അധിഷ്ഠിതമായ സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ശബരിനാഥൻ. ജി കാർത്തികേയൻ ഉയർത്തിപ്പിടിച്ച പൈതൃകം പിന്തുടരുന്ന സ്ഥാനാർത്ഥിയാണ് ശബരിനാഥൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അരുവിക്കര ജനങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. അരുവിക്കരയിലെ താങ്കളുടെ സുഹൃത്തുക്കൾ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളൊക്കെ ഈ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് നമുക്കറിയാമല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയൊരു ജനാധിപത്യ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ചരിത്രം കേരളത്തിലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയത് ജി കാർത്തികേയൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കോൺഗ്രസിലെ വേറെ ഏതൊരു സ്ഥാനാർത്ഥി വന്നാലും ശ്രീ ജലീൽ മുഹമ്മദ് ജി കാർത്തികേയനോടൊപ്പം ഒട്ടേറെ കാലം ഉണ്ടായിരുന്നതാണ്. അങ്ങ് സ്ഥാനാർത്ഥി ആയാൽ പോലും ജി കാർത്തികേയന്റെ സ്വപ്നം കൊണ്ടു നടക്കാൻ പറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനല്ല. ജി കാർത്തികേയൻ ജി കാർത്തികേയന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന, നിലപാടുകൾ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനകത്ത് അദ്ദേഹം നിലപാടുകൾ പറയുമ്പോൾ പോലും കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം നിന്ന ചരിത്രമാണ്, പാരമ്പര്യമാണ് ജി കാർത്തികേയൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുപക്ഷെ ഇതിനെ എതിർക്കുന്നത് ഇതൊരു ശീലമായി മാറും. ഇനി അങ്ങോട്ട് നേതാക്കളുടെ മക്കൾക്കൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ വന്ന് സ്ഥാനാർത്ഥികളാകാം. നിങ്ങളെപ്പോലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കഠിനാധ്വാനം ഒരുപക്ഷെ കൺസിഡർ ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് ഓർത്തിട്ടാകാം ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള കുറച്ചു നേരമായി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഞാൻ മറ്റൊരു കാര്യമാണ് ചോദിക്കുന്നത്. ശ്രീ ബിജു രമേശിനെ പോലുള്ളവർ അവിടെ പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നു. ശ്രീ PC ജോർജിന്റെ സ്ഥാനാർത്ഥി വരാൻ പോകുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ തന്ത്രമാണ് വരും ദിവസങ്ങൾ UDFന്റെ ക്യാമ്പുകൾ കാണാൻ പോകുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ VSDP പോലെയുള്ള കക്ഷികളെ, സാമുദായിക കക്ഷികളെ പിരിച്ചുകൊണ്ട്, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പോലും മുന്നോട്ട് പോകുന്ന തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന നിരീക്ഷണങ്ങളുണ്ട്. ഇതൊക്കെയാണോ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള UDF ക്യാമ്പിന്റെ വലിയ തന്ത്രങ്ങൾ? അത് ഫലിക്കുമോ? അതെ, അതൊരു തന്ത്രമായിട്ട് വരാം. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ആത്മാഭിമാനമുള്ള ലോകത്ത് മുഴുവനുള്ള മലയാളികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ജനതയാണ് അരുവിക്കരയിലെ ജനത. ആത്മാഭിമാനം മനുഷ്യന്റെ. അപ്പൊ അങ്ങനെയുള്ളവർ ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട് കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വിദ്യാഭ്യാസവും വിവരമുള്ളവരും ഈ കോൺഗ്രസിന്റെ ഭരണം മൂലം ഗതികേടിലായ റബ്ബർ കൃഷിക്കാരുൾപ്പെടെ ഓടിയല്ലോ. മൻമോഹൻ സിംഗ് ഭരിച്ച, ചിദംബരവും ഭരിച്ച ഒരു കൊല്ലക്കാലമാണ് റബ്ബർ 240 രൂപയിൽ നിന്ന് 105 രൂപയും 110 രൂപയായത്. മോഡി വന്നതിന് ശേഷം കൂടിയെന്നോ പറഞ്ഞെന്നോ അല്ല പറയുന്നത്. അവരാണ് അങ്ങനെയുള്ള ജനത. വിദേശ ട്രോളറുകൾക്ക്
മുഴുവൻ മത്സ്യവും 365 ദിവസവും വാരിയെടുക്കാൻ അനുവാദം കൊടുത്ത കോൺഗ്രസ്, തിരുവനന്തപുരം ജില്ലയെ അത് ബാധിക്കുന്നതാ. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിന് വോട്ട് ഭിന്നിക്കാൻ ഇടകൊടുക്കുന്ന ഒരു ജനതയായിരിക്കും അവരെന്ന അഭിപ്രായമില്ല എനിക്ക്. അതുകൊണ്ട് അത് പേടിക്കണ്ട. ഒന്ന്, അതൊക്കെ മാറി വരും, പോളറൈസേഷൻ വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ണാൻ പറഞ്ഞേച്ചു പോയതാ, അദ്ദേഹം ഇരിക്കുമെന്ന് പറഞ്ഞു ചോദിച്ചാൽ അദ്ദേഹം വോട്ടിന്റെ കഥ പറഞ്ഞു. വോട്ടിന്റെ കഥയനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം RSPക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം ഈ കോൺഗ്രസിന് കിട്ടണ്ടേ? കാർത്തികേയന്റെ 11,000, RSPയുടെ വോട്ടും കൂടെ ചേർന്ന് വന്നാൽ ഒരു 15,000 എങ്കിലും കിട്ടണ്ടേ? കിട്ടിയില്ലല്ലോ. 4,000 ചില്ലറ വോട്ട് ഇപ്പഴത്തല്ലേ കിട്ടിയത്. ഇതാരും ഈ കണക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. RSP കൂടെ ചേർന്നുള്ള ബിന്ദു കൃഷ്ണ, RSP കൂടെ ചേർന്നുള്ള ബിന്ദു കൃഷ്ണയ്ക്ക് എത്ര വോട്ട് കിട്ടണം? കാർത്തികേയന്റെ RSPക്ക് ഒരുപാട് വോട്ടുണ്ടെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. ആ വോട്ടുണ്ടെങ്കിൽ എത്ര വോട്ട് കിട്ടണം? ഒരു 5,000 വോട്ടുണ്ടെങ്കിൽ 16,000 വോട്ട് കിട്ടണ്ടേ? അപ്പൊ 16,000 മറിച്ചിട്ടാണ് സമ്പത്ത് 4,000 രൂപ വോട്ട് ഭൂരിപക്ഷം വാങ്ങിച്ചത്. RSPയുടെ അപ്പുറത്തും പോയതിനു ശേഷമാണ്. അപ്പൊ ദയനീയ പരാജയമല്ലേ? അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ നേരിട്ടത് ആണല്ലോ, വന്നില്ലല്ലോ, വോട്ടില്ലല്ലോ. അപ്പോ അവിടെ ജയിക്കണമായിരുന്നെങ്കിൽ പാർലമെന്റിലാണ് ജയിക്കേണ്ടത്. കാരണം കോൺഗ്രസിനോടൊപ്പം RSP കൂടി എത്രയോ കാലമായി അവിടെ RSP വോട്ട് പിടിക്കുന്ന മത്സരിക്കുന്ന നിയോജക മണ്ഡലം എന്നുള്ളതിൽ കുറെ അധികം വോട്ടുണ്ടെന്ന് ഉണ്ണിത്താൻ പറഞ്ഞതുകൂടെ ചേർത്താണെങ്കിൽ എത്ര വോട്ട് വരണം പാർലമെന്റിന്? ഒരുമിച്ചാണല്ലോ. അപ്പൊ അത് വന്നില്ലല്ലോ. അപ്പൊ വളരെ വ്യക്തമല്ലേ? ഇന്ന് അതിനേക്കാളൊക്കെ വളരെ ദയനീയമല്ലേ സ്ഥിതി? കൃഷിക്കാരൻ ഒട്ടിയേല, ഓണക്കാട്ട് തോട്ടം തകർന്ന് തരിപ്പണമായി പട്ടിണിയും പരിവട്ടവുമായി കുഞ്ഞുങ്ങൾ രോഗം വന്ന് മരിക്കുകയാണ്. പൊന്മുടി, ഓണക്കാട് അതുപോലെയുള്ള എസ്റ്റേറ്റുകൾ ഉള്ള സ്ഥലമാണ്. തോട്ടം തൊഴിലാളി മുഴുവൻ വിശപ്പിന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഈയിടെ പത്രത്തിൽ വാർത്ത വന്നു, മുതലാളി അറിയാതെ അല്പം കൊളുന്തു നുള്ളി ഒരു നേരത്തെ അരി വാങ്ങാൻ പോയ തൊഴിലാളിയെ ഈ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു എന്നാണ് പത്രത്തിൽ കണ്ട വാർത്ത. എത്രമാത്രം ശരിയാണെന്ന് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ RSPയും കൂടെ കൂടിയിട്ടും RSP എന്ന് പറയുന്ന കക്ഷിയെ കൂട്ടിച്ചേർത്തിട്ടും അവർക്ക് കിട്ടിയത് 4,000 രൂപ വോട്ടിന്റെ കുറവാണ് ഇടതുപക്ഷത്തെക്കാൾ. ഇത്തവണ സ്ഥിതി വളരെ ബെറ്ററാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ കണക്കുകളൊന്നും ആരും നോക്കുന്നില്ല. ചുമ്മാ 10,000 4,000 എന്നൊക്കെ 4,000 അല്ല. RSPയുടെ വോട്ട് കൂടെ കൂട്ടിയാൽ വളരെ കൂടുതൽ വരണം. അതില്ല. അപ്പൊ അതിന്റെ അർത്ഥം വളരെ വഷളായ കഴിഞ്ഞ 2 കൊല്ലമായി അഴിമതി കൊണ്ട് മുഖം മറയ്ക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ റബ്ബറിന്റെ വില കുറഞ്ഞുകൊണ്ട്, കൃഷിക്കാരൻ അവിടുത്തെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതുകൊണ്ട്, തോട്ടങ്ങൾ പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് അവശത അനുഭവിക്കുന്ന ഈ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ജനങ്ങള് ഇനിയും പോയി അവർക്ക് വോട്ട് ചെയ്യും ഏത് സ്ഥാനാർത്ഥിയായാലും എന്ന് കരുതുന്നത് മോശമാണ്. യെസ്, ശ്രീ ബാലകൃഷ്ണപിള്ള തിരിച്ചെത്താം. ശ്രീ CN ചന്ദ്രൻ, ഇപ്പോൾ ശ്രീ R ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കണക്കുകളാണ്. അവിടുത്തെ ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് UDFന് ക്ഷീണം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അദ്ദേഹം ഇതെല്ലാം കണക്കുകൾ വെച്ച് മുന്നോട്ട് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം ഇതിനൊക്കെ കൗണ്ടർ ചെയ്യാനാണ് നാളെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ തന്ത്രങ്ങളുമായി UDF മുന്നോട്ട് പോകാൻ പോകുന്നത്. ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ തന്ത്രങ്ങളാണ് അവിടെ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സാമുദായിക ശക്തികളെ ഉപയോഗിച്ച് വേറെ രീതിയിൽ പോളറൈസേഷൻസിന് UDFന് അനുകൂലമായ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി അവിടെ നടക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രചരണത്തിന് ആണോ ഇടതുമുന്നണി ഇപ്പോൾ ഒരുക്കം കൂട്ടിയിട്ടുള്ളത്? മുഖ്യമന്ത്രി എന്ത് ചാണക്യതന്ത്രം പ്രയോഗിച്ചാലും അങ്ങനെയുള്ള തന്ത്രമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. UDF അവിടെ വിജയിക്കാൻ പോകുന്നില്ല. UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് UDFൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണം. UDFനൊപ്പം നിന്ന ഘടകകക്ഷികൾ പലരും പിരിഞ്ഞു പോയില്ലേ? ഞാനതിൻ്റെ എണ്ണം പറയുന്നില്ല. നേരത്തെ ബാലകൃഷ്ണപിള്ള സാർ ഇവിടെ പറഞ്ഞു, പിന്നെ ഓരോ പാർട്ടിയുടെ അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർട്ടികളെടുത്ത നിലപാട്, ഗൗരിയമ്മ എടുക്കുന്ന നിലപാട്, CMB എടുക്കുന്ന നിലപാട്, മറ്റുള്ളവരെടുക്കുന്ന നിലപാട്, ഇപ്പോൾ മുന്നണിയിൽ നിൽക്കുന്ന UDFൽ നിൽക്കുന്ന PC ജോർജ് തന്നെ എടുക്കാൻ പോകുന്ന നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. വോട്ടിൻ്റെ കണക്ക് ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ അതിലേക്ക് വീണ്ടും പോവുകയല്ല.
UDFിൻ്റെ നേതാക്കൾ പോലും പരസ്പരം വെളിച്ചപ്പാടുകളെ പോലെ ഉറഞ്ഞു തുള്ളുന്ന ഒരു മുന്നണി ഐക്യമുന്നണി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ? അവർ കലഹമുന്നണി എന്ന് പറയട്ടെ. കലഹമുന്നണിയായി ജനങ്ങളെ നേരിടുന്ന, ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത, അഴിമതിയിൽ സർവകാല റെക്കോർഡുണ്ടായിരിക്കുന്ന, ഇപ്പോൾ എനിക്ക് പോലും എൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ച് മതിപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്ന, ഭരണമുന്നണിയിലെ മഹാഭൂരിപക്ഷം MLA-മാരും ഈ ഗവൺമെൻറ് നിലപാടുകളെ മനസ്സുകൊണ്ട് വെറുക്കുന്ന, ക്രമസമാധാന പരിപാലനം അമ്പാടെ തകർന്ന് ഇന്നിതാ ജേക്കബ് തോമസിനെ മാറ്റിയില്ലേ, വിജിലൻസിൻ്റെ ADGP, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കാത്തവരെ എല്ലാം ശിക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയല്ലേ. അഴിമതിയുടെ കാര്യം, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം, നേരത്തെ ഇവിടെ പറഞ്ഞ തോട്ടം മേഖലയിലെ പ്രശ്നം, കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ ഉൾപ്പെടെ അതൊരു പ്രധാന മേഖലയാണ്. 240 രൂപയുണ്ടായിരുന്നു 4 വർഷം മുമ്പ് അവിടെ, ഇപ്പോൾ 100 രൂപയ്ക്ക് താഴെയാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. വീണ്ടും കർഷക ആത്മഹത്യയിലേക്ക് നാട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖല തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കേരളത്തിൽ സർവ്വതല മേഖലകളും പ്രതിസന്ധിയിലേക്ക് പോകുന്ന, വികസന മുരടിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വിലയിരുത്തുന്ന ജനം എങ്ങനെ, എന്ത് തന്ത്രമാണ് ഈ ഉമ്മൻചാണ്ടി പ്രയോഗിക്കാൻ പോകുന്നത്? അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ UDFിൻ്റെ തകർച്ചയുടെ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അരുവിക്കരയിൽ നടക്കുക എന്ന് അദ്ദേഹം കുറിച്ചു വെക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രചരണത്തിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് ഉള്ള അതൃപ്തി അവിടുത്തെ ലോക്കൽ നേതാക്കളിൽ ഉണ്ട് എന്നുള്ളത് ഇത് മാധ്യമങ്ങളിൽ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്നും കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ സാധിക്കുമോ? ശ്രീ ജലീൽ മുഹമ്മദ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി എന്താണ് അപ്പോൾ UDF മുൻ തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത അതേ തന്ത്രവും അതേ പ്രചരണത്തിൻ്റെ രീതിയും വെച്ചുകൊണ്ട് മാത്രം ഒരു മാജിക് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഉള്ളത്? ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നങ്ങ് പറഞ്ഞത് ശരിയല്ല. ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും മനസ്സുകൊണ്ട് ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ തെറ്റായ രീതിയിൽ വാർത്തകൾ കൊടുക്കുകയായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറഞ്ഞ് ഒരു ചാനലിൽ വാർത്ത വന്നു. ആ സമയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമൊത്ത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിൽക്കുകയാണ്, മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിശയോക്തിജനകമായ വാർത്തകൾ ചില ചാനലുകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഒരേ മനസ്സാൽ എന്ത് പറയും? എന്താണ് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്? ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതിനെക്കുറിച്ച്, ഈ നേരത്തെയുള്ള മറ്റ് അഴിമതിയുടെ കഥകളെക്കുറിച്ച്, ഈ പറഞ്ഞതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനം ഒട്ടാകെ ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ സംസ്ഥാനത്തെ സർക്കാരിനെ ഒട്ടാകെ വിലയിരുത്തുന്ന രീതിയിലുള്ള പ്രചരണമായിരിക്കും ഇടതുപക്ഷം നടത്തുക. തീർച്ചയായും ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ 4 വർഷക്കാലം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഒപ്പം ജി കാർത്തികേയൻ കഴിഞ്ഞ 24 വർഷക്കാലം ആ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം 3.25 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണ് അരുവിക്കര ജനങ്ങൾ. യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയധികം നടന്ന മറ്റൊരു കാലഘട്ടം നമുക്ക് ചന്ദ്രൻ പെട്ടെന്ന് അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ M. വിജയകുമാർ ആണ് ശ്രീ K. ശബരീനാഥിനെ എതിർക്കുന്നത്. ശ്രീ M. വിജയകുമാറിന്റെ വ്യക്തിപ്രഭാവം, ആ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചുകൂടി നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിനകത്ത് അത് വന്നില്ല. ശ്രീ K. ശബരീനാഥൻ എന്ന വ്യക്തിയെ നമ്മൾ ഇന്നിപ്പോ കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ശ്രീ M. വിജയകുമാർ സ്ഥാനാർത്ഥി മാത്രമല്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെ പോലെ തന്നെ വളരെ മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. ബഹുജന പോരാട്ടങ്ങളുടെയും ബഹുജന പ്രവർത്തനങ്ങളുടെയും മുന്നിൽ നായകനായി നടന്ന ഒരു വലിയ നേതാവിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. പാർലമെൻ്ററി രംഗത്ത് ബഹുജന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ മാതൃകാപരമായി പ്രവർത്തിച്ചതിൻ്റെ ഒട്ടേറെ അനുഭവ സമ്പത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന ശ്രീ വിജയകുമാറിന് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ കാര്യമില്ല കേരളത്തിന്, അതുപോലെ തന്നെ അരുവിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിന്, തിരുവനന്തപുരം ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമില്ല എന്നുള്ളതാണ് ശ്രീ K. ശബരീനാഥന് ഇനി വിയർപ്പ് കുറച്ചൊഴുക്കേണ്ടി വരിക. ശ്രീ ജലീൽ മുഹമ്മദും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും വരും ദിവസങ്ങളിൽ വലിയ പോരാട്ടത്തിന് വേദിയൊരുങ്ങുന്ന അരുവിക്കരയിൽ നിന്ന് കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജലീൽ മുഹമ്മദ്, ശ്രീ CN ചന്ദ്രൻ, ശ്രീ R. ബാലകൃഷ്ണപിള്ള, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.